ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ബേസിക് സയൻസ് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ലാസ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭ്യമാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യം 1 നോക്കൂ. അതിൽ എ, പദാർത്ഥത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിലെ തന്മാത്രകളുടെ ക്രമീകരണത്തെക്കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ തന്മാത്രകൾ വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരുപാട് തന്മാത്രകളുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ തന്മാത്രകൾ ഡിസോർഡർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ അടുത്തല്ല അല്ലേ. തന്മാത്രകൾ ഒന്നാമത്തെ ചിത്രത്തെ അപേക്ഷിച്ച് കുറവാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ തന്മാത്രകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, വളരെ കുറച്ച് തന്മാത്രകൾ മാത്രമേ ഉള്ളൂ താനും. തന്മാത്രകൾ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്തിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയുക. തന്മാത്രകൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്തിരിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. നമുക്കറിയാം 3 തരം പദാർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഇതിൽ ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്കാണ് തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ അവസ്ഥയുടെ ആകൃതിയെക്കുറിച്ച് ഒരു സ്വഭാവം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചിത്രമാണ്, അത് ഖരപദാർത്ഥമാണ്. തന്മാത്രകൾ പരസ്പരം അടുത്ത് സ്ഥിതി ചെയ്തിരിക്കുന്നതിനാൽ അതിന് ഒരു നിശ്ചിത ആകൃതി ലഭിക്കുന്നുണ്ട്. ഖരപദാർത്ഥങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്. എന്നാൽ ദ്രാവകത്തിന് എങ്ങനെയാണ്? അതിന് ആകൃതിയില്ല. അത് എടുക്കുന്ന പാത്രം ഏതാണോ അതിൻ്റെ ആകൃതി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വാതകത്തിനും ആകൃതിയില്ല. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഴങ്ങളെ അവയുടെ രൂപീകരണ രീതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികയിലേക്ക് തരംതിരിക്കുക. ചക്ക, മാങ്ങ, കസ്റ്റാർഡ് ആപ്പിൾ, കശുമാവ് എന്നീ 4 പഴങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവയുടെ രൂപീകരണത്തിൻ്റെ രീതിക്ക് നമുക്ക് ലഘുഫലം, സംയുക്തഫലം, പുഞ്ചഫലം, കപടഫലം എന്നിങ്ങനെ 4ആയിട്ട് ഇതിനെ തരംതിരിക്കാം അല്ലേ. ലഘുഫലമാണ് മാങ്ങ എന്ന് പറയുന്നത്. സംയുക്തഫലം കസ്റ്റാർഡ് ആപ്പിളാണ്, അഥവാ നമ്മുടെ സീതപ്പഴമാണ്. പിന്നെ പുഞ്ചഫലം ചക്കയാണ്. കപടഫലം കശുമാവാണ്. ചോദ്യം സി, കശുമാവിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ കഴിക്കുന്ന പഴമായി വികസിക്കുന്നത്? എ, അണ്ടാശയം, ബി, തലാമസ്, സി, പൂഞ്ഞെട്ട്. പൂഞ്ഞെട്ടാണ് കശുമാവിൻ്റേത് കഴിക്കുന്ന ഫലമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കപടഫലം എന്ന് പറയുന്നത്. ചോദ്യം 2ൽ എ ക്വസ്റ്റ്യൻ, ചായ തയ്യാറാക്കുമ്പോൾ 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. എയും ബിയും ഉണ്ട്. അതിൽ എ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെയുള്ള സബ് ക്വസ്റ്റ്യൻ എ, ചായ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കുന്നു. ഇവിടെ ഏത് വേർതിരിക്കൽ രീതിയാണ് ഉപയോഗിക്കുന്നത്? ഈ രീതിയിൽ ഘടകങ്ങളുടെ ഏത് ഗുണമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന രീതി ഫിൽട്രേഷനാണ്, അഥവാ അരിച്ചെടുക്കൽ. അതിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഘടകത്തിൻ്റെ പ്രത്യേകത കണങ്ങളുടെ വലുപ്പത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത്. കാരണം ഖരം ചായപ്പൊടി ദ്രാവക ചായയിൽ ലയിക്കില്ല, അല്ലെങ്കിൽ ദ്രാവകമായിട്ടുള്ള ചായയിൽ നിന്ന് നമുക്ക് ഈ ഖരമായിട്ടുള്ള ചായപ്പൊടി വേർതിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അരിച്ചെടുക്കൽ അല്ലെങ്കിൽ ഫിൽട്രേഷൻ രീതി ഉപയോഗിക്കുന്നത്. ചോദ്യം ബി, ഇരുമ്പ് പൊടിയും മണലും ചേർന്ന ഒരു മിശ്രിതം നിങ്ങൾക്ക് നൽകുന്നു. ഇരുമ്പ് പൊടി വേർതിരിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യുക. ഈ വേർതിരിക്കലിന് ഉപയോഗിച്ച പ്രത്യേകത എന്ത്? പരീക്ഷണം, മിശ്രിതത്തിലൂടെ ഒരു കാന്തം കടത്തിവിടുക്കുക എന്നതാണ് പരീക്ഷണം. ഇതിൻ്റെ ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ പരീക്ഷണം ചെയ്യാനുള്ള ഘടകപദാർത്ഥത്തിൻ്റെ പ്രത്യേകത എന്താണ്? കാന്തിക സ്വഭാവം എന്ന പ്രത്യേകതയാണ്. ഇരുമ്പ് കാന്തങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും, എന്നാൽ മണൽ ആകർഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരു കാന്തം കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് തരികൾ ആ കാന്തത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇരുമ്പ് തരികളെയും മണലിനെയും വേറെ വേറെ വേർതിരിക്കാവുന്നതാണ്. ചോദ്യം ഇതിൽ തന്നെയുള്ള 2ാമത്തെ ചോദ്യത്തിലുള്ള ബി ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ എ, പൂക്കളെ കുറിച്ചുള്ള പട്ടിക നിരീക്ഷിച്ച് വിട്ടുപോയവ പൂരിപ്പിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. മത്തൻ, ചെമ്പരത്തി എന്നീ 2 സസ്യങ്ങളുണ്ട്. മത്തനിൽ ദ്വിലിംഗമാണോ എന്ന് എഴുതിയിട്ടില്ല. അതുപോലെ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ദ്വിലിംഗം എന്ന് തന്നിട്ടുണ്ട്. അടുത്ത കോളം പൂരിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മത്തൻ ഏകലിംഗമാണ്, അതുകൊണ്ടാണ് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് എന്നെഴുതിയിരിക്കുന്നത്. ചെമ്പരത്തി ദ്വിലിംഗമാണ്, അതായത് ഒരേ പൂവിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നു. ഇതിലെ ചോദ്യം ബി, എല്ലാ പൂക്കളും ഫലം കായ്ക്കുന്നില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആൺപൂക്കളും പെൺപൂക്കളും എന്ന ആശയം ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം വിശദീകരിക്കുക. ഞാൻ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. കാരണം
പഴങ്ങൾ അണ്ഡാശയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ആൺപൂക്കളിൽ കേസരപുടം മാത്രമേ ഉള്ളൂ. ജനിപുടം അഥവാ അണ്ഡാശയമില്ല. അതിനാൽ അവയ്ക്ക് ഫലമുണ്ടാക്കാൻ കഴിയില്ല. ചോദ്യം 3. ബഹുകോശ ജീവികളിലെ ജീവചക്രം കാണിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കുക. വിട്ടുപോയ ഘട്ടങ്ങൾ എടുക്കുക. നോക്കൂ, നമുക്കൊരു ഘട്ടം, ആദ്യത്തെ ഘട്ടം വിട്ടുപോയിട്ടുണ്ട്. ഡാഷ്, പിന്നെ കലകൾ, പിന്നെ അവയവം, പിന്നെ ഡാഷ്, പിന്നെ ജീവി. എങ്ങനെയാ വരിക? കോശങ്ങളാണ് ആദ്യത്തെ ഘട്ടം. കോശങ്ങൾ, കലകൾ, കോശങ്ങൾ കൂടി ചേർന്ന് കലകളാവുന്നു. കലകൾ കൂടി ചേർന്ന് അവയവങ്ങളാവുന്നു. അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ വ്യവസ്ഥയാവുന്നു. ഈ അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നതാണ് ഒരു ജീവി എന്ന് പറയുന്നത്. ചോദ്യം ബി. താഴെ പറയുന്ന കോശാംഗങ്ങളിൽ നിന്നും അവയുടെ ശരിയായ ധർമ്മം തിരിച്ചറിയുക. എ. മൈറ്റോകോൺട്രിയോൺ കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ബി. ഫേനം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. സി. റൈബോസോം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഡി. കോശസ്തരം കോശത്തെ ആവരണം ചെയ്യുന്നു. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കോശസ്തരം കോശത്തെ ആവരണം ചെയ്യുന്നു. മറ്റുള്ളവയ്ക്കുള്ള തിരുത്തലുകൾ നോക്കൂ. മൈറ്റോകോൺട്രിയോണിൻ്റെ ധർമ്മം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. ഫേനത്തിൻ്റെ ധർമ്മം വെള്ളം അല്ലെങ്കിൽ മാലിന്യത്തെ സംഭരിക്കുന്നു എന്നതാണ്. റൈബോസോമിൻ്റെ ധർമ്മം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. ചോദ്യം സി. 1665 മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി കോശം എന്ന ഘടകം കണ്ടുപിടിച്ചതാര്? നമുക്കറിയാം, റോബർട്ട് ഹുക്കാണ്. ചോദ്യം 4. അതിൽ എ. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായത് എഴുതുക. പ്രസ്താവന: പഞ്ചസാര ലയിപ്പിച്ച വെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. അതിനുള്ള കാരണം പഞ്ചസാര തന്മാത്രകൾ വെള്ളത്തിലുടനീളം വ്യാപിക്കുകയും വെള്ളത്തിലുടനീളം ഒരേ ഗുണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ് നോക്കൂ. പ്രസ്താവന ശരിയാണ്, കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമല്ല. ബി. പ്രസ്താവന ശരിയാണ്, കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമാണ്. സി. പ്രസ്താവന തെറ്റാണ്, കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമല്ല. ഡി. പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഇതിൽ ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം പ്രസ്താവനയും കാരണവും ശരിയാണ്. പഞ്ചസാര ലയിപ്പിച്ച വെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാര തന്മാത്രകൾ വെള്ളത്തിലുടനീളം വ്യാപിക്കുകയും വെള്ളത്തിലുടനീളം ഒരേ ഗുണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇതിൽ തന്നെയുള്ള ചോദ്യം ബി. ഉള്ളിത്തോലിൻ്റെ ഒരു സ്ലൈഡ് തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവ ശരിയായി ക്രമീകരിക്കുക. 1. കവർ ഗ്ലാസ് മൂടുക. 2. വൃത്തിയാക്കിയ ഉള്ളിയിൽ നിന്ന് ഒരു നേർത്ത പാളി എടുക്കുക. 3. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. 4. സ്റ്റെയിൻ ചെയ്ത കഷ്ണം ഗ്ലിസറിനിൽ ഒരു സ്ലൈഡിൽ വയ്ക്കുക. 5. സ്റ്റെയിൻ അടങ്ങിയ കഷ്ണം ഒരു വാച്ച് ഗ്ലാസ്സിൽ വയ്ക്കുക. ഇത് ശരിയായ രീതിക്ക് എങ്ങനെ വരും? ആദ്യത്തേത് രണ്ടാമത്തേത്, അതാണ് വൃത്തിയാക്കിയ ഉള്ളിയിൽ നിന്നൊരു നേർത്ത പാളി എടുക്കുക. പിന്നെ 5ാമത്തേതാണ് വരിക, അതായത് സ്റ്റെയിൻ അടങ്ങിയ കഷ്ണം ഒരു വാച്ച് ഗ്ലാസ്സിൽ വെക്കുക. പിന്നെ അടുത്ത് വരുന്നത് 4ാമത്താണ്, അതായത് സ്റ്റെയിൻ ചെയ്ത കഷ്ണം ഗ്ലിസറിനിൽ ഒരു സ്ലൈഡിൽ വെക്കുക. പിന്നെ 1ാമത്തേത് കവർ ഗ്ലാസ് മൂടുക. അവസാനം 3ാമത്തേത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അടുത്തത് ചോദ്യം 5 എ. പരാഗണകാരികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവ തിരുത്തി എഴുതുക. നോക്കൂ, നമുക്കിവിടെ 2 പട്ടികയിൽ അതായത് സസ്യങ്ങളും അതിൻ്റെ പരാഗണ രീതിയുമാണ് തന്നിട്ടുള്ളത്. വാനില കാറ്റ്, കുരുമുളക് കൃത്രിമ പരാഗണം, നെല്ല് വെള്ളം, അല്ലേ? അപ്പോൾ ഇതിൽ തെറ്റുകളുണ്ട്. എങ്ങനെയാണ് വരുന്നത്? വാനില കൃത്രിമ പരാഗണമാണ്, നെല്ല് കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്, കുരുമുളക് വെള്ളം വഴിയാണ്. ചോദ്യം ബി. തേനീച്ചകളെ കർഷകരുടെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. സസ്യങ്ങളിലെ പ്രത്യുൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഈ ചൊല്ലിന് പിന്നിലെ ശാസ്ത്രീയ കാരണം എന്താണ്? തേനീച്ചകൾ പരാഗണകാരികളാണ്. അവ പരാഗരേണുക്കളുടെ കൈമാറ്റത്തിന് സഹായിക്കുന്നു. ഇത് ബീജസങ്കലനത്തിനും പഴങ്ങളുടെയും വിത്തുകളുടെയും ഉൽപ്പാദനത്തിനും കാരണമാകുന്നു. ഇത് കർഷകർക്ക് മികച്ച വിളവ് ലഭിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് തേനീച്ചകളെ കർഷകരുടെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. ഇതിലെ ചോദ്യം സി. താഴെ പറയുന്നവയിൽ ഏതാണ് ഏകലിംഗ സസ്യം? അതായത് വ്യത്യസ്ത സസ്യങ്ങളിൽ ആൺ പെൺ പൂക്കൾ കാണുന്ന സസ്യം ഏതാണ്? എ. തേങ്ങ, ബി. കക്കരി, സി. ജാതിക്ക, ഡി. പടവലം. ജാതിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ജാതിക്ക ഒരു ഏകലിംഗ സസ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജാതിക്ക ഒരു തൈ നടുമ്പോൾ ഒരു തൈ കൂടെ അടുത്ത് വെക്കണം എന്ന് പറയുന്നത്. ചോദ്യം 6. ഇതിലും എയും ബിയും 2 ചോദ്യങ്ങളുണ്ട്. നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ എ. താഴെ കൊടുത്തിരിക്കുന്ന സസ്യകോശത്തിൻ്റെ ഡയഗ്രം നിരീക്ഷിക്കുക. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഏറ്റവും പുറമേയുള്ള ആവരണത്തിന് പേര് നൽകുക. ഏതാണത്? കോശഭിത്തിയാണ്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന പച്ച നിറമുള്ള കോശാംഗത്തിന് പേര് നൽകുക. അത് ക്ലോറോപ്ലാസ്റ്റ് ആണ്.
അതിലെ സബ് ക്വസ്റ്റ്യൻ ബി, സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള 2 പ്രധാന വ്യത്യാസങ്ങൾ എഴുതുക. സസ്യകോശങ്ങൾക്ക് കോശഭിത്തിയുണ്ട്, ജന്തുകോശങ്ങൾക്ക് ഇല്ല. സസ്യകോശങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്, ജന്തുകോശങ്ങൾക്ക് ഇല്ല. ചോദ്യം സി, കോശങ്ങളെ ജീവന്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശങ്ങൾ എന്നറിയപ്പെടുന്ന അടിസ്ഥാന യൂണിറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വീട് പണിയാൻ ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ ഒരു ജീവിയുടെ ശരീരം രൂപപ്പെടുത്താൻ കോശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. 6 ബി ഓപ്ഷൻ ക്വസ്റ്റ്യൻ. അതിൽ സബ് ക്വസ്റ്റ്യൻ എ, ഒരു പൂവിൻ്റെ ഛേദം കാണിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. പുരുഷ പ്രത്യുൽപാദന അവയവം, സ്ത്രീ പ്രത്യുൽപാദന അവയവം എന്നീ ഭാഗങ്ങൾ തിരിച്ചറിയുക. അതിലെ ചോദ്യം ബി, സസ്യങ്ങളിലെ ബീജസങ്കലന പ്രക്രിയ വിശദീകരിക്കുക. പൂമ്പൊടി, പുരുഷ ബീജകോശം, അണ്ഡാശയം, സിക്താണ്ഡം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പരാഗണത്തിനു ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന ഈ പ്രക്രിയയാണ് ബീജസങ്കലനം. ഓക്കെ. ചോദ്യം സി, ബീജസങ്കലനത്തിനു ശേഷം ഒവ്യൂളിനും അണ്ഡാശയത്തിനും എന്ത് സംഭവിക്കും? ഒവ്യൂള് വിത്തായി മാറും, അണ്ഡാശയം പഴമായിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചർച്ച ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്